കോമഡി അങ്ങനെ സെൻസർ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും. എന്നുവെച്ചാൽ തമാശയായിട്ട് എടുക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു, പക്ഷെ അത് പലർക്കും പറ്റാറില്ല. നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് മാക്സിമം അങ്ങനെ ഒഫൻസീവായിട്ടൊന്നും ചെയ്യാൻ. പിന്നെ ഈ കാലത്ത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞോട്ടെ, കാലത്തിൻ്റെതായ മാറ്റം ഈ തമാശകളിലെ ചില ബോഡി ഷേമിങ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ചുകൂടി ഇപ്പൊ പണ്ട് അതൊക്കെ ഭയങ്കര തമാശകളായിരുന്നു. ഇപ്പൊ അത് കുറച്ചുകൂടി അത് ആളുകൾ മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ക്രിയേറ്റേഴ്സ് ആയാലും ഇപ്പൊ നമ്മളൊക്കെ ആയാലും തന്നെ അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് തന്നെയാണ് ചെയ്യുക. അപ്പൊ അതൊന്നും അത് വലിയൊരു തമാശയായിട്ട് അതൊക്കെ സെൻസർ ചെയ്യപ്പെടുന്നത്. ചില കാലഘട്ടങ്ങളിൽ തമാശ ആയിരുന്നത് ഇത് പറഞ്ഞ പോലെ ആഫ്റ്റർ കോവിഡ് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. തമാശയിൽ വന്നിട്ടുണ്ട്, സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിൽ വന്നിട്ടുണ്ട്, മേക്കിങ്ങിൽ വന്നിട്ടുണ്ട്, മൊത്തത്തിൽ എല്ലാവരും ജീവിത ശൈലിയിലൂടെ വന്നിട്ടുണ്ട് ഒരു മാറ്റം. അതിലൂടെ മാറിയാണ്. പണ്ടിപ്പം കുഞ്ഞൻ നമ്പ്യാർ തമാശ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, രാജാവിനെ കളിയാക്കി, റാണിയെ കളിയാക്കി, മന്ത്രിയെ കളിയാക്കിയൊക്കെ അല്ലേ കുഞ്ഞൻ നമ്പ്യാർ തമാശ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തമാശകളിലൊക്കെ ബോഡി ഷേമിങ് എല്ലാ പരിപാടിയും ഉണ്ട്. ആ തമാശ അന്നത്തെ കാലത്ത് ജനങ്ങൾ ആസ്വദിച്ചിരുന്നു. പിന്നെ കറങ്ങി വന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഓണത്തപ്പ കുടവേറാന്നാണ് എല്ലാവരും പണ്ടേ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വന്നതൊക്കെ അങ്ങനെ ഇപ്പൊ അത് ബോഡി ഷേമിങ് ഇല്ലേ, അത് പറയൂല ഇപ്പം, പറഞ്ഞെങ്ങനെ പറയും. അതാണ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പണ്ടത്തെ കാലത്തൊക്കെ.